അവരേത് പാർട്ടിയായാലും ഒരിക്കൽ ബന്ധമാണ്. അത് ഞാൻ എല്ലാത്തിലും പറയാറുള്ള വിഷയമാണ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കാതെ മുഅ്മിനാവൂല, തങ്ങന്മാരെ ആരാധിക്കാതെ ഈമാൻ നിലനിൽക്കൂല. റസൂലുള്ളാഹിന്റെ വിരോധം കൊണ്ട് റസൂലുള്ളാഹിന്റെ കാലായ തങ്ങന്മാരെ പറ്റി പറയുന്നത് നിങ്ങൾ കേട്ടോ? അപ്പം മുട്ടാൻ പറ്റിയ കൈ തങ്ങന്മാരെ കൈയല്ല, അത് ഹറാമിന്റെ കയ്യാ. അപ്പം മുട്ടാൻ പറ്റിയ കൈ തങ്ങന്മാരെ കൈയല്ല, അത് ഹറാമിന്റെ കയ്യാ. തങ്ങന്മാരെ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രക്തബന്ധമുള്ളതുകൊണ്ടായിരിക്കാം. അല്ലാതെ എന്താണ് തങ്ങന്മാരുടെ ദോഷം? റസൂലുള്ളാഹിയുമായി രക്തബന്ധമുള്ള കൈ കൈ ചുംബിക്കേണ്ടതല്ലേ? എന്താണ് ബുഖാരിയിലെ ഹദീസ്? മുഹമ്മദൻ അവിടുത്തെ മംഗളായ മകന്മാരിൽ കൊടുക്കണേ. ജിഹാദുകളെയും ഖലീഫകളെയും തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ, അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. കേട്ടില്ലേ? ഖലീൽ തങ്ങൾക്കും നബിയുടെ കുടുംബവുമായി ബന്ധമില്ല പോൽ. ഇത് ചെറിയ വിഷയമാണോ? അവരുടെ പേര് അവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇനി ഞാൻ റസൂലുള്ളാഹിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ വലിയ വലിത്രയാണ്. റസൂലുള്ളാഹിയുമായി ബന്ധമില്ലാതെ ആരോപണമല്ലേ? ഇതിനേക്കാൾ വലിയ ആരോപണം നടത്താറുണ്ടോ? ഇനി നിങ്ങൾ മുസ്ലിമുകളെ വിരോധികളെ കയ്യടി വാങ്ങാൻ വേണ്ടി ബഹുമാനിക്കുന്ന നിസാരപ്പെടുത്തുന്ന സ്ഥാനം ഇസ്ലാമിന്റെ ബന്ധമെന്താണ്? മുസ്ലിമീങ്ങളൊന്ന് ചിന്തിച്ചു. ഇനി ഇവർക്ക് ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും കച്ചയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്. എല്ലാരും തങ്ങളുടെ മക്കളാണ്. അപ്പൊ മുജാഹിദാണ് മുജാഹിദ്. ഞാൻ സമൂഹം ഇങ്ങനെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ചോദിക്കട്ടെ, അദ്വാനിയുടെ പേര് പറഞ്ഞില്ലേ? അശോക് പേര് പറഞ്ഞില്ലേ? അവരൊക്കെ അവരെ ഇഷ്ടപ്പെടുവോ? ഞാൻ ചോദിക്കട്ടെ, പൂജാരിയാണ് ഇഷ്ടപ്പെടുവോ? ഇതുപോലെ തന്നെ അവരെ തങ്ങളാണ് അവർ ഇഷ്ടപ്പെടുവോ? എന്തിനാണ് മുസ്ലിം സമുദായ പേരിൽ ഇതര സമുദായത്തിലുള്ളവരെന്തിനാണ്? ഞാൻ മതസമുദായത്തിലുള്ളവരോട് പറയട്ടെ, ക്രൈസ്തവ സുഹൃത്തുക്കളെ, മതക്കാരെ നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ സമുദായത്തിന് ബാധകമല്ല കേട്ടോ. അത് മുസ്ലിമിന്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞങ്ങളാരും അദ്വാനി തങ്ങളാണെന്ന് പറയൂല. നിങ്ങൾ ഞങ്ങളെപ്പറ്റി നമ്പൂരിയാണെന്ന് പറയാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ട് പറയട്ടെ, ഈ പ്രസ്ഥാനവും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധമെന്ന് മുസ്ലിമീങ്ങളെ നിങ്ങൾ കൈവച്ചൊന്ന് ചിന്തിക്കൂ. നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ. നിസ്കരിക്കുമ്പോൾ വെക്കാനുള്ളതല്ല നെഞ്ഞ്, ചിന്തിക്കുമ്പോൾ വെക്കാനുള്ളതാണ് നെഞ്ഞ്. അത് നിസ്കാരത്തിന്റെ ശേഷം വെക്കാനുള്ളതാണ്. നിസ്കരിക്കുമ്പോൾ കൈവെക്കേണ്ട ഇമാമിങ്ങൾ പറഞ്ഞതുപോലെയാണ്, നെഞ്ഞത്തല്ല കേട്ടോ. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ. ഒരു വലിയ പ്രാസംഗികരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. അയാൾ ഇസ്ലാമിനെ പറ്റി പ്രസംഗിക്കുന്ന ആളാണ് എന്നാ പറയാറ്. അയാളുടെ പേരെന്താണ്? എം അക്ബർ എന്നാണ്. അയാൾ ഞങ്ങളുടെ നേതാവിനെ പറ്റി പറയാണ്, 40 വയസ്സ് വരെ ഒരു അറബി പയ്യനായിരുന്നു മുഹമ്മദ് നബി.
ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പറയട്ടെ, അക്ബറിനെ ഇസ്ലാമിന്റെ മതം പറയാൻ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണെന്ന് പറയുന്ന അക്ബറിനെ ഇസ്ലാം പറയാൻ ഞങ്ങളെ സമുദായം ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളൊന്ന് കേട്ടോളൂ അക്ബറിന്റെ വാക്ക്. വാദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. കേട്ടില്ലേ? അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ അറബിയാണ് പോലും മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കട്ടെ, സാധാരണ അറബി പയ്യന്മാർ ഹിറായിൽ പോയിരിക്കാറുണ്ടോ? സാധാരണ അറബി പയ്യന്മാർ 40 വയസ്സ് വരെ ജീവിക്കുമ്പോൾ റസൂലുള്ളാഹിയെ പോലെ അൽ അമീൻ എന്ന ആ പ്രശസ്തിയുള്ള പേര് ലഭിച്ചിട്ടുണ്ടോ? 40 വയസ്സ് വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരു കളവ് വന്നു പോയിട്ടുണ്ടോ? കളവ് പറഞ്ഞു പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ആ 40 വയസ്സിനിടയിൽ അതേ അവിടുന്ന് പറഞ്ഞില്ലേ, 40 വയസ്സാകുന്നതിന് മുമ്പ്, നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പോകുമ്പോൾ എന്നെ കണ്ടാൽ എനിക്ക് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് നമ്മൾ സലാം പറയുന്നത് പോലെ റസൂലുള്ള പറയുന്നു, എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട് കേട്ടോ. എപ്പോ? 40 വയസ്സിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്. ചോദിക്കട്ടെ, സാധാരണ അറബി പയ്യന്മാരെ കണ്ടാൽ കല്ല് സലാം പറയാറുണ്ടോ? ഒരു കരിങ്കല്ലിന്റെ വിവരം പോലും ഇല്ലാത്തവനാണോ വാക്ക് പറയുന്നത്? മുസ്ലിം ലോകം ചിന്തിക്കുന്നു. കരിങ്കല്ലിനറിയാം 40 വയസ്സായിട്ടില്ലെങ്കിലും ഇതൊരു സാധാരണ അറബി പയ്യനല്ല. അതുകൊണ്ട് തന്നെ കരിങ്കല്ല് സലാം പറയുന്നു. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ള തന്നെ പറയുന്നു. അത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. ഇനി മുസ്ലിമീങ്ങളെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. കേരളത്തിലുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയായ ഒരു വലിയ പ്രസംഗകൻ. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുസ്സമദ് സമദാനി. അദ്ദേഹം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയും, ചിലപ്പോ ധാരാളം സലാത്ത് എല്ലാം പറയും. ചിലപ്പോ അത് നല്ല കാര്യമാണ്, നല്ല കാര്യം ആര് ചെയ്താലും നല്ലതാണ്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ഇഖ്ബാലിന്റെ ചില പദ്യങ്ങൾ ഉദ്ധരിക്കും. അതുകൊണ്ട് അബ്ദുസ്സമദ് സമദാനിയെ ഈ മൗലവിമാർക്ക് കണ്ടൂടാ. മൗലവി അതാ സമദാനിയെ കൊണ്ട് പറയുന്നതെന്ന് കേട്ടോളൂ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന കുഴപ്പം പലപ്പോഴും നമ്മുടെ കേരളത്തിൽ പ്രസംഗിക്കുന്ന പലരും, വാർഷിക പ്രഭാഷണം നടത്തുന്ന പലരും ഇഖ്ബാലിന്റെ കവിതയിലൂടെ റസൂലിനെ പരിചയപ്പെടുത്താൻ അബദ്ധമാണ്. ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ മുസ്ലിം ലോകം അനുഭവിക്കുന്ന ദുരന്തം ജോർജ് ഡബ്ല്യു ബുഷിന്റെ കടന്നുവരവല്ല, ഈ മാതിരി തകർച്ചയാണ്. മനസ്സിലായില്ലേ? ജോർജ് ബുഷിനേക്കാളും പ്രയാസം അബ്ദുസ്സമദ് സമദാനി. അദ്ദേഹം ഇഖ്ബാലിന്റെ പദ്യം ഉദ്ധരിച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതാണ് പോലും ജോർജ് ബുഷിനേക്കാളും സമുദായത്തിന് പ്രയാസം. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മുസ്ലിം ഉമ്മത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഇമാം ബുഖാരി പാടിയിട്ടില്ലേ? മഹാനായ ഇബ്നു ഹജർ നിങ്ങൾ പാടിയിട്ടില്ലേ? ലോകത്ത് മഹാനായ ഉമർ ഖാദി പാടിയിട്ടില്ലേ? ഇഖ്ബാലും അക്കൂട്ടത്തിൽ പാടിയിട്ടില്ലേ? ആ ഇഖ്ബാലിന്റെ പദ്യം ഉദ്ധരിച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാൽ അത് ഹറാമാണോ മൗലവി? ശിർക്കാണോ മൗലവി? കറാഹത്താണോ മൗലവി? ജോർജ് ബുഷിനേക്കാളും ഇസ്ലാമിന് അബദ്ധമുള്ള വ്യക്തിയായി അബ്ദുസ്സമദ് സമദാനിയെ പരിചയപ്പെടുത്തിയത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞതിന്റെ പേരിലല്ലേ? നിങ്ങളെ സമുദായം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പറയട്ടെ, ഈ മൗലവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരിൽ ഏറ്റവും വലിയൊരു ആലിമുണ്ട്. ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തം കൊടുത്തതാണ്. റസൂലുള്ളാഹി ദുആ ചെയ്തു കൊടുത്തതാണ്. അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, ഖുർആൻ ഈ കുട്ടിക്ക് നീ പഠിപ്പിക്കണേ അല്ലാഹ്. അതേ ഇബ്നു അബ്ബാസ്